എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒന്നാമത്തെ ചോദ്യം: തിബരിയാസ് കൈസരുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ യഹൂദിയ നാട് വാണതാര്? ഉത്തരം: പൊന്തിയോസ് പീലാത്തോസ്. 3-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 2: പൊന്തിയോസ് പീലാത്തോസ് യഹൂദിയ നാട് വാഴുമ്പോൾ ഗലീലയിൽ വാണതാര്? ഉത്തരം: ഹെരോദാവ്. 3-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 3: ഹെരോദാവിന്റെ സഹോദരൻ ആര്? ഉത്തരം: ഫിലിപ്പോസ്. 3-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 4: പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്തുണ്ടായിരുന്ന 2 ഇടപ്രഭുക്കന്മാർ ആരെല്ലാം? ഉത്തരം: ഫിലിപ്പോസ്, ലൂസാന്യാസ്. 3-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 5: സെക്കറിയാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായത് ഏത് മഹാപുരോഹിതന്മാരുടെ കാലത്താണ്? ഉത്തരം: ഹന്നാവ്, കയ്യഫാവ് എന്നിവരുടെ കാലത്ത്. 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ചോദ്യം 6: യോഹന്നാൻ യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും പ്രസംഗിച്ചതെന്ത്? ഉത്തരം: പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം. 3-ാം അധ്യായം 3-ാം വാക്യം. ചോദ്യം 7: മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്: കർത്താവിന്റെ വഴി ഒരുക്കുവീൻ, അവന്റെ പാത നിരപ്പാക്കുവീൻ. എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നും താഴും. വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത് എവിടെ? ഉത്തരം: യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ. 3-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 8: സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? ഇത് ആരോട് പറഞ്ഞു? ഉത്തരം: യോഹന്നാൻ അവനാൽ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട്. 3-ാം അധ്യായം 7-ാം വാക്യം. ചോദ്യം 9: എങ്ങനെയുള്ള ഫലം കായ്ക്കണമെന്നാണ് യോഹന്നാൻ തന്റെ അടുക്കൽ വന്നവരോട് പറഞ്ഞത്? ഉത്തരം: മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. 3-ാം അധ്യായം 8-ാം വാക്യം. ചോദ്യം 10: അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. എന്തുകൊണ്ട്? ഉത്തരം: അബ്രഹാമിന് കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും, അതുകൊണ്ട്. 3-ാം അധ്യായം 8-ാം വാക്യം. ചോദ്യം 11: ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. ആരോട് പറഞ്ഞു? ഉത്തരം: യോഹന്നാൻ സ്നാനമേൽപ്പാൻ തന്റെ അടുക്കൽ വന്ന പുരുഷാരത്തോട്. 3-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 12: എന്നാൽ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് പുരുഷാരം ചോദിച്ചതിന് യോഹന്നാൻ പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം: 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ. 3-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ചോദ്യം 13: ഗുരു, ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചുങ്കക്കാർ ചോദിച്ചതിന് യോഹന്നാൻ പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം: നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികമൊന്നും പിരിക്കരുത്. 3-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ചോദ്യം 14: ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതിയെന്ന് വെപ്പീൻ. ഇത് യോഹന്നാൻ പറഞ്ഞതാരോട്? ഉത്തരം: പടജനത്തോട്. 3-ാം അധ്യായം 14-ാം വാക്യം. ചോദ്യം 15: യോഹന്നാനെ കുറിച്ച് ജനം ഹൃദയത്തിൽ വിചാരിച്ചതെന്ത്? ഉത്തരം: അവൻ ക്രിസ്തുവോ എന്ന്. 3-ാം അധ്യായം 15-ാം വാക്യം. ചോദ്യം 16: തന്നിലും ബലവാനായവൻ വരുന്നു, അവൻ എങ്ങനെ സ്നാനം കഴിപ്പിക്കുമെന്നാണ് യോഹന്നാൻ ജനത്തോട് പറഞ്ഞത്? പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും. 3-ാം അധ്യായം 16-ാം വാക്യം. ചോദ്യം 17: അവന് വീശുമുറം കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുമെന്ന് യോഹന്നാൻ പറഞ്ഞത് ആരെക്കുറിച്ച്? ഉത്തരം: തന്നിലും ബലവാനായവനെ കുറിച്ച്. 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ. ചോദ്യം 18: ഇടപ്രഭുവായ ഹെരോദാവിന്റെ സഹോദരന്റെ ഭാര്യ ആര്? ഉത്തരം: ഹെരോദ്യ.
3-ാം അധ്യായം 19-ാം വാക്യം. ചോദ്യം 19. ഹെരോദ്യ നിമിത്തവും താൻ ചെയ്ത ദോഷങ്ങൾ നിമിത്തവും ഹെരോദാവിനെ ആക്ഷേപിച്ചതാര്? ഉത്തരം യോഹന്നാൻ. 3-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങൾ. ചോദ്യം 20. യേശു സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു പരിശുദ്ധാത്മാവ് വന്നതെങ്ങനെ? ഉത്തരം ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ. 3-ാം അധ്യായം 21-ഉം 22-ഉം വാക്യങ്ങൾ. ചോദ്യം 21. യേശു സ്നാനമേറ്റു പ്രാർത്ഥിക്കയിൽ സ്വർഗത്തിൽ നിന്നുണ്ടായ ശബ്ദം എന്ത്? ഉത്തരം നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 3-ാം അധ്യായം 21-ഉം 22-ഉം വാക്യങ്ങൾ. ചോദ്യം 22. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു? ഉത്തരം ഏകദേശം 30 വയസ്സ്. 3-ാം അധ്യായം 23-ാം വാക്യം. ചോദ്യം 23. യേശു ആരെന്ന് ജനം വിചാരിച്ചു? ഉത്തരം യോസെഫിന്റെ മകൻ എന്ന്. 3-ാം അധ്യായം 23-ാം വാക്യം. ചോദ്യം 24. യാക്കോബിന്റെ 12 പുത്രന്മാരിൽ ആരുടെ പേരാണ് യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം യഹൂദയുടെ. 3-ാം അധ്യായം 34-ാം വാക്യം. ചോദ്യം 25. വംശാവലിയിൽ ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ? ഉത്തരം ആദാമിനെ. 3-ാം അധ്യായം 38-ാം വാക്യം. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി മറ്റുള്ളവരിലും എത്തിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.